ബീഹാറിൽ നിന്ന് വീണ്ടും വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ബഗൽപൂരിലെ ഗംഗാ നദിക്ക് കുറുകെയുള്ള പ്രധാന പാതയായ വിക്രംശില സേതു എന്ന പാലത്തിൻ്റെ ഒരു ഭാഗം അടർന്ന് ഗംഗാ നദിയിലേക്ക് വീണിരിക്കുകയാണ്. ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചയോടെ 12:55 ഈ സംഭവം നടന്നിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് അതിലെ യാത്ര ചെയ്ത യാത്രക്കാരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ബീഹാറിൽ പാലങ്ങളും കലുങ്കുകളും തകർന്നു വീഴുന്നത് ഒരു നിത്യ കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ഇത് ഗൗരവകരമായ ഒരു സംഭവമാണ്. അധികൃതർ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? രാഷ്ട്രീയ ആരോപണങ്ങൾ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ബഗൽപൂരിനെയും നഗൌച്ചിയെയും ബന്ധിപ്പിക്കുന്ന 4.7 കിലോമീറ്റർ നീളമുള്ള വിക്രംശില സേതുവിലാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ ഏകദേശം 12:50 സംഭവം. പാലത്തിന്റെ 133 നമ്പർ പില്ലറിന് സമീപം ആദ്യം ഒരു വിള്ളൽ രൂപപ്പെടുകയും മിനിറ്റുകൾക്കുള്ളിൽ വലിയൊരു സ്ലാബ് ഗംഗാ നദിയിലേക്ക് പതിക്കുകയുമായിരുന്നു. ഭാഗൽപൂർ ജില്ലയിൽ മജിസ്ട്രേറ്റ് നവൽ കിഷോർ ചൗധരി അറിയിച്ചത് പ്രകാരം വിള്ളൽ കണ്ടയുടൻ തന്നെ ട്രാഫിക് തടയാൻ കഴിഞ്ഞതിനാൽ വലിയൊരു അപകടം ഒഴിവായി. വാഹനങ്ങളൊന്നും ആ സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നത് ആശ്വാസകരമാണ്. നിലവിൽ ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. പാലം തകർന്നതോടെ പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന ഒരു പാലമായിരുന്നു ഇത്. ഇപ്പോൾ ഗംഗാ നദിയുടെ ഇരുവശങ്ങളിലായി ബോട്ടുകളിലായി ആളുകളെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുങ്കൂർ വഴി മറ്റൊരു പാതയിലൂടെ പോകുന്നതാണ് നല്ലതെന്നും സർക്കാർ ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. കരസേനയുടെ സഹായത്തോടുകൂടി താൽക്കാലികമായി ഇത്തരം കാര്യങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ബീഹാർ സ്റ്റേറ്റ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ചെയർമാൻ ചന്ദ്രശേഖർ സിംഗ് പറയുന്നത് അടുത്ത 3 മാസത്തിനുള്ളിൽ പാലം പുനരുദ്ധരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ്. BRO, കരസേന എന്നിവയുടെ സഹായത്തോടെ താൽക്കാലിക യാത്രാ സംവിധാനങ്ങൾ ഒരുക്കാൻ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. കൂടാതെ ഈ പാലത്തിന് സമാന്തരമായി മറ്റൊരു 4 വരി പാലം നിർമ്മാണം നടക്കുന്നുണ്ടെന്നും അത് ഈ വർഷം ഡിസംബറിൽ പൂർത്തിയാകുമെന്നും അധികൃതർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അപകടം രാഷ്ട്രീയപരമായി വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. NDA സർക്കാരിൻ്റെ അഴിമതിയുടെ തെളിവാണ് ഈ പാലം തകർന്നു വീണിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് ഇത് ശക്തമായി തന്നെ അവർക്കെതിരെ ആയുധമയക്കാനുള്ള നീക്കത്തിലാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ബീഹാറിൽ 100-ലധികം പാലങ്ങളും കലുങ്കുകളും തകർന്നു വീണിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പാലത്തിന്റെ സംരക്ഷണ ഭിത്തികൾ തകർന്ന നിലയിലാണെന്ന് 1 മാസം മുമ്പ് തന്നെ താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും എന്നാൽ സർക്കാർ അത് അവഗണിച്ചുവെന്നും തേജസ്വി യാദവ് ആരോപിക്കുന്നു. 2001 നിർമ്മിച്ച ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികളിൽ വലിയ വീഴ്ചയുണ്ടായതായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാമും കുറ്റപ്പെടുത്തി. ശ്രദ്ധേയമായ കാര്യം, ഈ വർഷം തന്നെ പാലത്തിന്റെ സംരക്ഷണ ഭിത്തികൾ തകർന്നതായിട്ടുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അന്ന് അവിടുത്തെ മന്ത്രിമാർ പറഞ്ഞത് സംരക്ഷണ ഭിത്തികൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല, പില്ലറുകൾക്ക് മാത്രമാണ് ലേശം പ്രശ്നമുള്ളത്, അത് ഉടൻ തന്നെ ശരിയാക്കും എന്നാണ്. എന്നാൽ ആ പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ പാലം തകർന്നു വീഴുകയായിരുന്നു. പില്ലറുകൾക്ക് കുഴപ്പമില്ലെന്നും ഭിത്തികൾക്ക് മാത്രമാണ് കേടുപാടുള്ളതെന്നുമാണ് അന്ന് വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ആ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതിന് മുൻപേ പാലത്തിന്റെ പ്രധാന ഭാഗം തന്നെ തകർന്നു വീണു എന്നത് സുരക്ഷാ പരിശോധനകളിലെ പാളിച്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബീഹാറിൽ പാലങ്ങൾ തകർന്നു വീഴുന്നത് നിത്യസംഭവമാണ്. ഇത് ഗൗരവകരമായ കാര്യവുമാണ്. എഞ്ചിനീയറിംഗ് പിഴവാണോ അല്ലെങ്കിൽ പാലം നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കുറഞ്ഞ നിലവാരത്തിലുള്ളതാണോ എന്നറിയാൻ അന്വേഷണ സംഘത്തെയും ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പാലം എത്രയും വേഗം പുനരുദ്ധരിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ ഭഗൽപൂരിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. 3 മാസത്തിനുള്ളിൽ ഈ പാലം വീണ്ടും നന്നായി വരുമോ അതോ വീണ്ടും ഇതെല്ലാം അഴിമതിയിലേക്ക് പോകുമോ എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്.